പ്രൈസ് ലോർഡ്. ഭരണകൂടങ്ങൾ തകരുവതെന്ത്, അരൾച്ച വാഴ്ചയും നീങ്ങുവതെന്ത്. ഭരണം യേശുതനേറ്റിടുവാനായി ത്വരിതമായതിൻ വഴിയൊരുക്കല്ലേ. ഒരാവും പകലും ഗീതങ്ങൾ പാടി പവിത്ര ജീവിത ശോഭയെ നേടി. ശുലമിയെ പോൽ കാത്തിരിക്കാ നീ, കാന്തൻ വരുന്നേ ഉണരു സിയോനേ. തങ്കനിണത്തിൻ വിലയല്ലയോ നീ, ചങ്കുപോൽ നിന്നെ സ്നേഹിച്ചതല്ലോ. തങ്കൽ ഏകാ ചിന്തയതാലേ പങ്കുമെന്നെ വേഗുക സുതനേ. ഒരാവും പകലും ഗീതങ്ങൾ പാടി പവിത്ര ജീവിത ശോഭയെ നേടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായ്ക്ക് സ്തുതി, ആദ്യം മുതൽ ഇന്നും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ വൻകൃപയാൽ നാം വീണ്ടും ദൈവത്തിൻ്റെ തിരുവചനത്തിലൂടെ യാത്ര തുടരുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ ജീവനുള്ളതും ജീവിക്കുന്നതുമായ തിരുവചനം നമുക്ക് ലഭിച്ചിരിക്കുന്നത് യെശയ്യാ പ്രവചനം 4-ാം അധ്യായം. ചില വാക്കുകൾ, വചനങ്ങൾ നമുക്ക് ആ വരികളുടെ ഒന്ന് അതിവേഗം വായിച്ച് മുന്നേറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അന്ന് 7 സ്ത്രീകൾ ഒരു പുരുഷനെ പിടിച്ച്, ഞങ്ങൾ സ്വന്തം വക കൊണ്ട് അഹോവൃത്തി കഴിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തു കൊള്ളാം. നിന്റെ പേർ മാത്രം ഞങ്ങൾക്ക് ഇരിക്കട്ടെ, ഞങ്ങളുടെ നിന്ന നീക്കിക്കളയണമേ എന്ന് പറയും. വീണ്ടും അതിൻ്റെ 3-ാം തിരുവചനത്തിലൂടെ നമുക്ക് ഒന്നും കൂടെ ശ്രമിക്കാം. കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ട് ദഹനത്തിൻ്റെ കാറ്റുകൊണ്ടും സിയോൻ പുത്രിമാരുടെ മലിനത കഴുകിക്കളയുകയും യെരുശലേമിൻ്റെ രക്തപാതം അതിൻ്റെ നടുവിൽ നിന്ന് നീക്കി വെടിപ്പാക്കുകയും ചെയ്ത ശേഷം സിയോനിൽ മിഞ്ചിയിരിക്കുന്നവനും യെരുശലേമിൽ ശേഷിച്ചിരിക്കുന്നവനും ഇങ്ങനെ യെരുശലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേർ എഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശുദ്ധനെന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. സർവശക്തനായ പൊന്നേശുവിൻ്റെ പൊന്നുനാമം നമുക്ക് വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ്റെ ആ സ്നേഹത്തിലും പ്രേമത്തിലും അവനോട് ഒട്ടിച്ചേർന്നിരിക്കുവാനും ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ച ദൈവത്തിൻ്റെ ജീവന്റെ വചനമാണ് നാം ഇന്ന് ശ്രവിച്ചത്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞത്, അന്ന് 7 സ്ത്രീകൾ ഒരു പുരുഷനെ പിടിച്ച്, ഞങ്ങൾ സ്വന്തം വക കൊണ്ട് അഹോവൃത്തി കഴിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തു കൊള്ളാം. നിന്റെ പേർ മാത്രം ഞങ്ങൾക്ക് ഇരിക്കട്ടെ, ഞങ്ങളുടെ നിന്ന നീക്കിക്കളയണമേ എന്ന് പറയുമെന്നാണ് ജീവനുള്ള വചനം അവിടെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നത്. ഈ വചനത്തെ നാം ധ്യാനിക്കുമ്പോൾ, ഈ കാലഘട്ടം ഇന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം, ദൈവഭക്തനായ ഉമ്മൻചാണ്ടി എത്രമാത്രം ഭക്തനായിരുന്നു എന്ന് ലോകം മുഴുവനും ദൈവം അവിടെ നിന്ന് കാണിച്ചു കൊടുത്തത് കണ്ടു. വിശുദ്ധനായി പ്രഖ്യാപിച്ചത് മറ്റാരുമല്ല, സർവശക്തനായ ദൈവമാണ് തൻ്റെ വേർപാടിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഹല്ലേലൂയ. എന്നാൽ നമുക്കൊരു തിരുവചനം കൂടെ വായിക്കാം. സദൃശവാക്യം 5-ാം അധ്യായം 3-ാം തിരുവചനം. പരസ്ത്രീയുടെ അധരങ്ങളിൽ നിന്ന് തേനിറ്റിട്ട് വീഴുന്നു, അവളുടെ അണ്ണാക്ക് എണ്ണയേക്കാൾ മൃദുവാകുന്നു. പിന്നത്തേതിലോ അവൾ കാഞ്ഞിരം പോലെ കയ്പും ഇരുവായ് തലവാൾ പോലെ മൂർച്ചയുമുള്ളവൾ തന്നെ. അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, അവളുടെ കാലടികൾ പാതാളത്തിലേക്ക് ഓടുന്നു എന്നാണ് ജീവന്റെ വചനം നമ്മെ വരച്ച് കാണിച്ചത്. എന്തിനാണ് ഈ തിരുവചനം നാം ഈ വരികളുടെ നടന്നു പോയത് എന്നല്ലേ? ഹല്ലേലൂയ. അതെ, കർത്താവിൽ പ്രിയ സ്നേഹിതരെ, വെളിപ്പാട് പുസ്തകത്തില് 17-ാം അധ്യായം അതിൻ്റെ 2-ഉം അതിൻ്റെ 6-ാം തിരുവചനം കൂടെ നമുക്കൊന്ന് ശ്രമിക്കാം. ഭൂവാസികളെ മത്തരാക്കിയവളായി
പെരുവെള്ളത്തിന്മേൽ ഇരിക്കുന്ന മഹാവേശിയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം. ആ ന്യായവിധിയുടെ കാറ്റാണ് യെശയ്യാ പ്രവചനത്തിൽ നാം 6-ാം വാക്യം വായിച്ചത്. ഹല്ലേലൂയ. അതേ, എന്നാൽ എന്തിനെന്നല്ലേ ആ 17:6 കാണാം, വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷിയുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് അവിടെ വ്യക്തവും ശക്തമായിട്ട് പറയുന്ന ഈ കാലഘട്ടം, പ്രിയമുള്ളവരെ, നാം വളരെ ശ്രദ്ധാലുവായി ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പാൻ പൗലോസിക വിളിച്ചു പറയുന്നത് പോലെ, ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവേ എന്ന് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. എന്തിനാണെന്നല്ലേ, ഈ പരസ്ത്രീയുടെ അധരങ്ങളിൽ നിന്ന് തേനിറ്റിറ്റ് വീഴുന്ന വാക്കുകൾ, അതിൽ പുരുഷന്മാർ അകപ്പെട്ടു പോകുന്നു. അവൾ യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞു, 7 സ്ത്രീകളാണ് ഒരു പുരുഷനെ ചുറ്റി നീങ്ങുന്നത്. ഇന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാം, ഒരു രാഹുൽ എന്ന് പറഞ്ഞ സഹോദരൻ്റെ എപ്പോഴും വാർത്ത TV വെക്കാൻ പറ്റില്ല. എവിടെ നോക്കിയാലും എപ്പോഴും നോക്കിയാലും കുറച്ച് നാളുകളായി ഇത് തന്നെയുള്ളൂ. ഈ തിരുവചനം വായിച്ചപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചു പോയി. അതുകൊണ്ടാണ് ഈ തിരുവചനം ഇങ്ങനെ ലോകത്തോട് വിളിച്ചു പറയാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. കർത്താവിൽ പ്രിയ കൂട്ടുകാരെ, കൂട്ടുവേലക്കാരെ, വചനം ശ്രവിക്കുന്ന സകലരുമേ, അതെ, അവളുടെ അധരങ്ങളിൽ തേനിറ്റിറ്റ് വീഴും. ആ തേനിലേക്ക്, ആ വാക്കുകളിലേക്ക്, അവളുടെ മാധുര്യമേറിയ നോട്ടത്തിലേക്ക് വീണു പോകാതെ ഇന്ന് ദൈവത്തോട് പറ്റിച്ചേർന്നിരിപ്പാൻ തൻ്റെ വിശുദ്ധന്മാരുടെ രക്തമാണ് അവൾക്ക് ആവശ്യം. ആർക്ക്? വേശ്യ സ്ത്രീകൾക്ക്. ആ മനുഷ്യവർഗത്തെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവിടുന്ന് മഹാവേശിയായി അവൾ പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവൾ എപ്രകാരമാണ് മനുഷ്യനെ വീഴിക്കേണ്ടത് എന്നോർത്ത് തത്രപ്പെട്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ ആ വീഴ്ചയിലേക്ക് ചെന്നു ചേരാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് പറ്റിച്ചേർന്നിരിപ്പാൻ പരിശുദ്ധാത്മാവ് ലോകത്തോട്, ദൈവമക്കളോട്, ദൈവജനത്തോട്, സകലരെയും ജാതി മത വർണ്ണ വർഗ വ്യത്യാസം കൂടാതെ സകല ജാതികളിലുമുണ്ട് ദൈവഭക്തന്മാർ. അത് നമുക്ക് കാണാം കൊർന്നല്യോസിനെ കുറിച്ച്. എന്നാൽ ഭക്തന്മാരായി ജീവിക്കുന്ന അനേകരും ഈ വരണ്ട കാലഘട്ടത്തിൽ, ന്യായവിധിയുടെ കാറ്റിൽ, അതെ, നാം ആരാണെന്ന് ശ്രദ്ധയോടെ ജീവിച്ചാൽ നാം അതിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കും. ആയതിനാൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ആനയിക്കുകയാണ്. ഭരണം കർത്താവ് ഏറ്റെടുക്കും. അതുകൊണ്ട് ഒരുങ്ങി പാർക്കുവാൻ ദൈവത്തിൻ്റെ നാടായ കൊച്ചു കേരളം ഏറ്റവും അനുഗ്രഹമാകുവാൻ മലിനതകളും മാലിന്യങ്ങളും പൊടിപടലങ്ങളും എല്ലാം ദൂരീകരിച്ചു കളഞ്ഞുകൊണ്ട് ഏകാത്മാവിൽ ഏകനാഥനെ എതിരേൽപ്പാൻ ഒരുങ്ങുവാൻ തൻ്റെ ഭക്തന്മാരോട് ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ഏത് വാളിനേക്കായാലും മൂർച്ചയേറിയത് അസ്ഥിമഞ്ജനങ്ങളെ തുളച്ചു കയറ്റുമാറാക്കുന്ന ഈ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവമക്കളായി, ദൈവമകനായി, അതെ, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാനും പ്രവർത്തിപ്പാനും ഏത് തിരക്കേറിലോ ജീവിതത്തിലും കർത്താവിനെ ഉള്ളത്തിൽ വഹിച്ചുകൊണ്ട് അവനോടുകൂടെ യാത്ര തുടരാം. അതിനായി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ എല്ലാവർക്കും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.